സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എന്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ ത്രെട്ടൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നുള്ളത്. അപ്പൊ എന്നെ ഒന്നും ചോദിച്ചില്ലാലോ, എല്ലാം അറിയണം. വരൂ. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം കൂടെ ലാൻഡ് ടാക്സിന്റെ കോപ്പി, ഇതെല്ലാം പെർമിറ്റിന്റെ കോപ്പി, അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കയ്യിൽ വെക്കണം. 2 ഫോട്ടോ കയ്യിലെടുത്ത് വെച്ച് ഇരുന്നോ. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. കാരണം ലൈക്ക് അടിച്ചവരൊക്കെ കുടുങ്ങും, കമന്റ് ഇട്ടവരും കുടുങ്ങും, പിന്നെ കമന്റ് പറഞ്ഞവരും കുടുങ്ങും, പിന്നെ ആരൊക്കെ ഉണ്ടോ അതിനനുകൂലിച്ചിട്ടുള്ളത് അവരൊക്കെ കുടുങ്ങും, ട്രോളിയവരൊക്കെ കുടുങ്ങും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ആകെ പ്രശ്നമായിട്ട് ടോട്ടലി എല്ലാവർക്കും എതിരെ കൊടുത്തിരിക്കണത്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിയിൽ നിൽക്കൂല, വലിയൊരു പറമ്പിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് കേസ് വിധി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. അത് സംഭവം നമ്മൾ വാദിക്കാൻ പോകുന്നതും പറമ്പിൽ, കാരണം അത്രയും ആൾക്കാർ കമന്റും മോശമായ കമന്റും മോശമായിട്ട് പ്രതികരിച്ചിട്ടും ഒക്കെ ഉണ്ട്. കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ലോൺ കാരണം നല്ല രീതിയിലാണ് ഇവൻ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. സമൂഹത്തിലെ ചെറിയ പൈതങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങേയറ്റം അവന്റെ ജീവിതം തന്നെ മാറി മറിച്ചിട്ടാണ് ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നത്, നന്മകൾ, നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഊതിയതാണല്ലേ? അല്ല, അപ്പൊ അതിനെ നിങ്ങൾ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പല രൂപത്തിലും പലതും പറയുന്നുണ്ട്. പക്ഷെ ഇവൻ ജീവിതത്തിൽ ഇതേവരെ ഒരു അനാവശ്യം പോലും എന്റെ വായ കൊണ്ട് ഇവൻ സംസാരിച്ചിട്ടില്ല. ഞാൻ കളിക്കുന്നത് വലിയ വലിയ ചാനലിൽ പോയിട്ട് പച്ചപ്പേലി അടിച്ച് നീ നോക്കിക്ക പോറി മോളെ, നിന്നെ വലിയ മെറ്റൽ ഞാൻ വരുന്നുണ്ട് പോറി മോളെ ചാനലിൽ. ഒരു കയ്യബദ്ധം. നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അതിനെ നീ വിളിച്ച അനാവശ്യ ഞാൻ കുറച്ചു നേരത്തെ അപ്ലൈ ചെയ്തത്. നിങ്ങൾ തന്നെ മരുന്നിന് തിരി കൊടുത്ത്, നിങ്ങൾ തന്നെ കത്തിച്ചു വിട്ട്, നിങ്ങൾ മേലെ കയറ്റി പൊട്ടിച്ചു. നമ്മളിത് ശബ്ദവും കേട്ടു, ഈ പൊട്ടിയതും കണ്ടു, പുകയും കണ്ടു. അപ്പൊ നമ്മുടെ പേരിലൊക്കെ കേസുവാ. എത്ര ലജ്ജാവഹം. നന്നായി. എന്നപ്പോ ഇതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. പ്രധാനമന്ത്രിനെയും ഇവരെ വരെ ആൾക്കാർ ട്രോളുന്നു ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരൊക്കെ കേസിന്റെ പിന്നാലെ പോവുക. കുണ്ടനളിയങ്കാന്റെ മാനീഞ്ചി അനാവശ്യം വിളിച്ചോക്കുന്നു. പിന്നെ അപ്പൊ ഇതിനൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അന്നെ എന്താ ചെയ്യാ, അന്നെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലേണ്ടി വരുമല്ലോ. അത്രക്ക് മോശം പറ്റി, അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം. എന്താ പിന്നെ ചെയ്യല്ലേ? ആയിക്കോട്ടെ, കേസ് കൊടുക്കും. നിങ്ങള് എല്ലാവരുടെ പേരിലും കൊടുക്കണം. ഞാൻ ഉണ്ട് എന്റെ പിന്നാലെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. തൽക്കാലം ഇത്രയും മതി.